ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു റെസിപ്പി ഞാനും തയ്യാറാക്കി നോക്കിയിട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ വിജയ് സേതുപതി സാറ് തയ്യാറാക്കിയ ആ ഒരു റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അതിനായിട്ട് ഞാൻ എല്ലുള്ള കുറച്ച് ചിക്കൻ്റെ പീസുകൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്യണേ, എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ കറക്റ്റ് റെസിപ്പി നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 കപ്പോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ തൈരും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം ഞാൻ സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്കതൊരു സൗകര്യമില്ല കേട്ടോ. ഞാനതുകൊണ്ട് സ്പൂണ് മാറ്റിയിട്ട് കൈ കൊണ്ടാണ് ഇളക്കിയത്. കൈ കൊണ്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അത് നന്നായിട്ട് അതിലെല്ലാം ഒന്ന് യോജിച്ച് കിട്ടില്ലേ. അപ്പോൾ ഇതൊന്ന് പുരട്ടി വെക്കണം. പുരട്ടി വെച്ച് കുറച്ച് ഒരു 10 മിനിറ്റോളം നമുക്കതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ട് വേറൊരു മസാല തയ്യാറാക്കണം. ആ ഒരു മസാല എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനൊരു സൈഡിലോട്ട് മാറ്റി. ഈ ഒരു സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടാനും ഒന്നും മറക്കരുത്. ഇനി അതിനായിട്ട് നമുക്കൊരു കിടുക്കാച്ചി മസാല തയ്യാറാക്കണം. ഈ ഒരു മസാലയാണ് ആ ഒരു ചിക്കന് ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ അതിനായിട്ടൊരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ അത് അതിലേക്ക് ഒന്ന് ചെറുതായിട്ട് ഒടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും അല്പം ജീരകവും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ചതച്ചെടുത്തതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് 1 പിടിയോളം പുതിനയിലയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില എടുക്കാൻ ശ്രമിക്കുക. പുതിനയില ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 പിടിയോളം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയൊന്നും പാടില്ലാതെ ഈ ഒരു രീതിയിൽ നമുക്ക് അരച്ചെടുക്കണം. ഈ ഒരു മസാലയാണ് ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. അതിൻ്റെ ഒരു മണവും ഒക്കെ ഒരു വല്ലാത്തൊരു മണമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുകയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ചിക്കനിലേക്ക് ഈ ഒരു മസാല ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പം കൂടുതൽ എടുക്കുന്നതനുസരിച്ച് ഈ ഒരു മസാലയുടെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഇനി കുറച്ച് ഗരം മസാല, പിന്നെ ഒരു മുട്ട 1 എണ്ണം കൂടെ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ റവ ഇട്ട് കൊടുത്താലും മതിയാവും. പിന്നെ അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയിൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴേ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. എന്ത് ടേസ്റ്റാണെന്നറിയാമോ. ആ ഒരു എണ്ണയിലോട്ട് ഇടുമ്പോഴേ തന്നെ അതിൻ്റെ ഒരു മണമുണ്ടല്ലോ, ഒരു വല്ലാത്ത മണമാണ്. ആ ഒരു മണം അടിച്ചാൽ തന്നെ നമുക്ക് അപ്പോഴും തന്നെ കഴിക്കാനായിട്ട് തോന്നും. അങ്ങനെ ഞാൻ ഇതിലേക്ക് എല്ലാം ഒന്ന് പുരട്ടി നല്ല രീതിയിൽ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 2-3 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് രുചി അതിനകത്തിൽ കിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ഒരു 2-3 മണിക്കൂറിന് ശേഷം ചിക്കനൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ പൊഴിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ചൂടായപ്പോഴേക്കും അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അടിപൊളി ടേസ്റ്റും മണവുമാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് മാറും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ.
സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് അല്ല, ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഒരു അൽഫാമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ തോന്നും കേട്ടോ. നല്ല ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി അടിപൊളി ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. എന്നാൽ ഒരു സൈഡൊന്ന് വെന്ത് വന്നപ്പോഴേക്കും ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഓവർ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഈ ഒരു മസാല അതിനകത്തിൽ ഒരുപാട് പിടിച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓവറായിട്ട് നമ്മൾ ഫ്ലെയിം ഇട്ട് കൊടുക്കേണ്ട, കുറേശ്ശെ ചെറിയ തീയിലിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. നല്ല രീതിയിൽ ഇതാ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇവിടെ മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ വിജയ് സേതുപതി സാറ് ഒരു വീഡിയോയിൽ പറഞ്ഞ ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കിയത്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. നിങ്ങളിത് ഒരിക്കൽ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്കിത് തന്നെ ഇതേ രീതിയിൽ ചെയ്തെടുക്കാൻ തോന്നും. അപ്പം ഞാനതൊന്ന് വെന്ത് വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കോരിയെടുക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു വീഡിയോ മാഷാ അല്ലാ 100K കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ 100K കഴിയണതും. എനിക്കൊരുപാട് സന്തോഷം, എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടൊക്കെ മാത്രമാണ് ആ ഒരു വീഡിയോ എനിക്ക് അത്രയും എത്തിയത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാവണം. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. നമുക്കെല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ ഇതാ ഞാൻ ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതേ രീതിയിലൊന്ന് പൊരിച്ച് കോരിയെടുക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. ചിക്കനെല്ലാം ദാ പൊരിച്ച് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് രുചികരമായ രീതിയിൽ ഒരു ചിക്കൻ ഫ്രൈ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതാ കണ്ട നല്ല സോഫ്റ്റായിട്ടുണ്ട്, നല്ലൊരു മണമാണ് കേട്ടോ. ആ എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.